അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഇന്ന് പരിശുദ്ധാത്മാവിലും ദൈവത്തിലും ആശ്രയിച്ച് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന, ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്ന, പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന തിരുവചനം ആത്മീയൻ എന്നുള്ള ആ ഒരു യഥാർത്ഥ, അതായത് ദൈവവചനപ്രകാരമുള്ള ആത്മീയൻ ആരാണ് എന്നുള്ളതാണ്. ആ ഒരു വിഷയത്തെക്കുറിച്ചാണ്, ആ ഒരു ആത്മീയ വിഷയത്തെക്കുറിച്ചാണ് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും പോകുന്നത്. പരിശുദ്ധാത്മാവ് കേൾക്കുന്ന നിങ്ങളെയും പറയുന്ന എന്നെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കുക. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം റോമാലേഖനം 7-ാം അധ്യായവും 8-ാം അധ്യായവും പഠിക്കുമ്പോൾ അവിടെ കാണുന്ന അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്ന ആ ഒരു ദൈവവചന സന്ദേശമാണ് ആത്മീയനും ജഡികനും എന്നുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു തിരുവചന നിർവചനം. അത് ഭൂരിഭാഗം തിരുവചനങ്ങളും മർമ്മമാണ്. അത് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി മാത്രമേ. തിരുവചനങ്ങൾ മുഴുവൻ, സത്യവേദ പുസ്തകം മുഴുവൻ ദൈവത്തിൻ്റെ വചനമാണ്. എന്നാൽ അതിൽ ചില മർമ്മങ്ങൾ, ദൈവിക മർമ്മങ്ങളുണ്ട്. ആ മർമ്മങ്ങളിൽപ്പെട്ട കുറേ അധികം തിരുവചനങ്ങളാണ് ഈ 7-ാം അധ്യായം, റോമാലേഖനം 7-ാം അധ്യായവും 8-ാം അധ്യായവും ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നത്. എന്നാൽ തന്നെ അതിനകത്തുള്ള ചില വചനങ്ങൾ വളരെ ലളിതമായ നിലയിൽ, ആർക്കും മനസ്സിലാകുന്ന നിലയിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നത്. അതിൽ 7-ാം അധ്യായത്തിൽ ഞാൻ ആദ്യം 7-ാം അധ്യായം മുഴുവനും നിങ്ങൾ വായിക്കണം. 7ഉം 8ഉം അധ്യായങ്ങൾ നിങ്ങൾ മുഴുവനും വായിക്കണം. എന്നാൽ ഞാനിവിടെ വായിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് 7-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനങ്ങൾ തുടങ്ങിയാണ്. 13-ാമത്തെ തിരുവചനം മുതലാണ് ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണമായി തീർന്നു എന്നും ഒരു നാളും അരുത്, പാപമെത്രേ മരണമായി തീർന്നിരിക്കുന്നത്. അത് നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപമെന്ന് തെളിയേണ്ടതിന് കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിന് തന്നെ. അതായത് ഇവിടെ ന്യായപ്രമാണത്തെ ഉദ്ദേശിച്ചാണ്. ഇവിടെ ഇതിൻ്റെ മുകളിലേക്ക് വായിക്കുമ്പോഴത്തേക്ക് അറിയാം, റോമാലേഖനം വായിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് റോമാലേഖനത്തിൻ്റെ ഒരു പഠന വിഷയം തന്നെ നീതീകരണമാണ്. പാപമോചനം അഥവാ നീതീകരണം എന്നുള്ളതാണ്, അഥവാ രക്ഷ എന്നുള്ളതാണ്. ഇത് ഒന്നായിട്ട് തന്നെ നിൽക്കുന്ന 3 അവസ്ഥയിൽ 3 രീതിയിൽ പ്രവർത്തിക്കുന്നുവെങ്കിലും ഒന്നായിട്ട് നിൽക്കുകയാണ്. നിത്യജീവൻ എന്നുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് അതിൻ്റെ ആ ഒരു അവസ്ഥ. അതായത് പാപമോചനം, വീണ്ടും ജനനം, രക്ഷ എന്നുള്ളതാണ് ആ വിഷയങ്ങൾ. ഈ റോമാലേഖനത്തിലെ മുഴുവനായിട്ടുള്ള വിഷയം, അതിലൂടെ ലഭിക്കുന്ന നിത്യജീവൻ എന്നുള്ളതാണ് വിഷയം. അതിൽ നമ്മൾ 7-ാം അധ്യായത്തിൽ പറയുമ്പോൾ ജഡികനായ മനുഷ്യൻ ആരാണ് ജഡികനായ മനുഷ്യൻ എന്നുള്ളതാണ് 7-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. അതിൽ 13 മുതൽ 24 വരെയുമുള്ള തിരുവചനങ്ങളാണ്. 25-ാമത്തെ തിരുവചനമുണ്ട്, അതുണ്ട്. 25 തിരുവചനങ്ങൾ അതിനകത്തുള്ളത്. അതിൽ 24-ാമത്തെ തിരുവചനം വരെയാണ് ജഡികൻ എന്നുള്ള ആ ഒരു മനുഷ്യൻ, ജഡമനുഷ്യൻ ആരാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ വായിക്കുക. ഈ റോമാലേഖനം മുഴുവനുമായിട്ട് 7-ാം അധ്യായം മുഴുവനായിട്ട് വായിക്കുക. ഞാനിപ്പോൾ ഇത്രയും വായിക്കുന്നു. അത് 13-ാമത്തെ വാക്യം തിരുവചനം വായിച്ചു കഴിഞ്ഞു. ന്യായപ്രമാണം, ഇത് 14 മുതലുള്ളതാണ്. ന്യായപ്രമാണം ആത്മീയമെന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമെത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ എത്രേ പ്രവർത്തിക്കുന്നത്.
ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ! ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കും? അപ്പോൾ ഇത്രയുമാണ് 24-ാമത്തെ തിരുവചനം വരെ, 18 മുതൽ 24-ാമത്തെ തിരുവചനം വരെ. അപ്പോൾ ഇവിടെ ജഡമയനായിട്ടുള്ളൊരു മനുഷ്യനാണ്. ജഡമയൻ ആയിട്ടുള്ളൊരു മനുഷ്യൻ്റെ ആ അവസ്ഥയെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ എഴുതി വച്ചിരിക്കുന്നത്. ഇനി അവസാനം ആ 24-ാമത്തെ തിരുവചനം, 25-ാമത്തെ തിരുവചനം വായിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ 25-ാം വചനം 2 ഭാഗങ്ങളാണ് ആയിട്ടാണുള്ളത്. അതായത് ഇതിൻ്റെ 2 ഭാഗം, ഇതിൻ്റെ ആദ്യ ഭാഗം അവസാന ഭാഗം ആദ്യവും ആദ്യ ഭാഗം അവസാനവുമായിട്ടാണ് വരേണ്ടത്. ഇങ്ങനെയാണ് അത് വരേണ്ടത്. യഥാർത്ഥമായിട്ടും മറ്റേ 24-ാമത്തെ തിരുവചനത്തിന് തുടർച്ചയായിട്ട് വരേണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. ഇതാണ് 24 കഴിഞ്ഞിട്ട് ആദ്യം വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വരേണ്ടത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതായത് ഈ പാപമയനായിട്ടുള്ള അഥവാ ജഡമയനായിട്ടുള്ള ആ മനുഷ്യനെ സ്വയം രക്ഷ പ്രാപിക്കുവാൻ, അവൻ ആത്മീയനായിട്ട് തീരുവാൻ കഴിയത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സാരാംശം. ഈ വിഷയത്തിൻ്റെ ഇത് മുഴുവൻ മർമ്മമാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കാൻ സമയത്തിൻ്റെ ആ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് കഴിയില്ല. നിങ്ങൾ വായിക്കുക, ധ്യാനിക്കുക. ഞാൻ നിങ്ങളെ സഹായിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആരാണ് ജഡമയൻ, ആരാണ് ജഡികൻ, ആരാണ് ആത്മീയൻ? ദൈവത്തിൻ്റെ പ്രമാണപ്രകാരം, ദൈവവചനത്തിൻ്റെ പ്രമാണപ്രകാരം ആരാണ് ജഡികൻ, ആരാണ് ആത്മീയൻ എന്ന് നിങ്ങൾക്കൊരു അവബോധം തരുന്നത് മാത്രം, ഒരു അടിസ്ഥാനം ഇടുന്നത് മാത്രമേ ഉള്ളൂ. അത് അടിസ്ഥാനത്തിൻ്റെ പൂർണ്ണതയുമല്ല, നിങ്ങളെ സഹായിക്കാൻ വേണ്ടി. ഇതാണ് അതിൻ്റെ അവസ്ഥ. ഇത് നിങ്ങൾ കൂടുതലായിട്ട് ഈ തിരുവചന ഭാഗങ്ങളെ വായിച്ച് ധ്യാനിക്കുമ്പോൾ മറ്റു തിരുവചനങ്ങളിലേക്ക്, അതായത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി തിരുവചനങ്ങൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ആ വചനങ്ങളിലേക്ക് സഹായിക്കും. ആ വചനങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും ആ വചനങ്ങൾ നിങ്ങൾക്ക് വായിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്യും. അല്ലെങ്കിൽ എപ്പോഴാണ് ആ വചനങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത്, അപ്പോൾ നിങ്ങളെ ഈ തിരുവചനങ്ങളും അതുമായിട്ട് സപ്പോർട്ട് ചെയ്ത് കോർത്തിണക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. അപ്പോൾ ഇവിടെ അവസാനം പറയുന്നത്, അപ്പം ഈ ഇതിൽ നിന്ന് ഈ ജഡമയനായിട്ടുള്ള മനുഷ്യൻ, അതായത് ആത്മപ്രകാരം ജീവിക്കണം, തിന്മ ചെയ്യരുത്, നന്മ ചെയ്ത് ജീവിക്കണമെന്ന ആഗ്രഹമുള്ള മനുഷ്യൻ, അവനെയാണ് ജഡപ്രകാരമുള്ള മനുഷ്യൻ അഥവാ ജഡിക മനുഷ്യനെന്ന് ഇവിടെ സംബോധന ചെയ്യുന്നു. ഈ മനുഷ്യന് അവസാനം ജയം എന്താണ്? ജയം എവിടെയാണ്? ഇവിടെ നമ്മൾ ആദ്യം വായിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന്, അതായത് സകലത്തിലും എനിക്ക് ജയം നൽകുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതായത് ക്രിസ്തുവേശു മുഖാന്തരമാണ് നമുക്ക് ജയമുള്ളത്. ക്രിസ്തുവേശുവിലൂടെ മാത്രമേ നമുക്ക് ജയകരമായ ജീവിതം, ക്രിസ്തുവേശുവിൻ്റെ ആത്മാവിനാൽ മാത്രമേ. കർത്താവ് പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. മനുഷ്യർക്ക് അസാധ്യമാവുന്നു, ദൈവത്തിനോ സകലതും സാധ്യം. അതായത് ആത്മീയനായിട്ട് ജീവിക്കുവാൻ മനുഷ്യനെ കൊണ്ട് അസാധ്യമാണ്. കാര്യം അവൻ ജഡമയനാണ്. പാപത്തിൻ്റെ അധീനമായ ശരീരത്തിലാണ് അവൻ ഇവിടെ ആയിരിക്കുന്നത്. ഈ ശരീരവും പ്രാണനും പാപത്തിൻ്റെ അധീനതയിൽ കിടക്കുക. അപ്പോൾ ഇതിന് ആത്മാവ് അവനിൽ നിർജീവമാണ്. ജീവനില്ലാത്ത അവസ്ഥയിലേക്കാണ് അവൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് അവൻ്റെ സ്വയം പ്രവൃത്തിയാലോ സ്വയം പ്രയത്നത്താലോ അവൻ അതിൽ നിന്നൊരു വിമോചനം പ്രാപിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യരെ കൊണ്ട് ഇത് അസാധ്യമാണ്, ദൈവത്താൽ മാത്രം സാധ്യം. പിന്നെ കർത്താവ് പറഞ്ഞത്,
എന്നെ കൂടാതെ നിങ്ങൾക്കിത് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതായത് ഒരു ആത്മീയനായിട്ട് ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ, അതായത് പരിശുദ്ധാത്മാവിനാൽ മാത്രമേ നമുക്കതിന് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ദൈവം വാഗ്ദാനം ചെയ്യുകയും ഈ ഭൂമിയിലേക്ക് അയക്കുകയും ഇന്ന് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വസിച്ചുകൊണ്ട് ഈ പ്രവൃത്തി, അതായത് ജഡ മനുഷ്യനെ ആത്മീയനായി തീർക്കുന്ന ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിനാൽ മാത്രമാണ്. അപ്പോൾ അത് നമ്മൾ ആ ഒരു മർമ്മം നമ്മൾ ഗ്രഹിക്കുക. ഇനി 8-ാമത്തെ അധ്യായം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പോൾ 8-ാമത്തെ അധ്യായം നിങ്ങൾ മുഴുവനായിട്ട് വായിക്കുക. കാര്യം ഈ 8-ാമത്തെ അധ്യായത്തിലാണ് ആത്മീയൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നത്. ആരാണ് ആത്മീയൻ എന്ന് പറയുന്നത് 8-ാമത്തെ അധ്യായത്തിലാണ്. അപ്പോൾ 8-ാമത്തെ അധ്യായം നിങ്ങൾ പൂർണ്ണമായിട്ട്, അതായത് അത് മുഴുവനായിട്ടാണ്. അത് ഈ പറഞ്ഞതുപോലെ 1 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങളിൽ 39 വചനങ്ങളാണ്, 39 തിരുവചനങ്ങളാണ് അതിനകത്തുള്ളത്. ആ 39 തിരുവചനവും ഒരു ആത്മീയൻ്റെ ലക്ഷണങ്ങളാണ്, യഥാർത്ഥ ആത്മീയനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. അപ്പം നിങ്ങളത് മുഴുവനായിട്ട് വായിക്കുക, പൂർണ്ണമായിട്ടും അത് വായിക്കുക. അതിൽ ഞാൻ അതിലേക്ക് കയറാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരിയേറെ സമയം അങ്ങോട്ട് പോകും. പിന്നെ അതുകൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്ന് ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് യോഹന്നാൻ, അതായത് ഈ ആത്മീയൻ ഇങ്ങനെ ഇത്രയും ഈ റോമാലേഖനം 8-ാം അധ്യായ പ്രകാരമുള്ള ആത്മീയൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. അത് യോഹന്നാൻ എഴുതിയ ലേഖനം, ഒന്നാം ലേഖനം, യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം, യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 18-ാമത്തെ തിരുവചനം. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 18-ാമത്തെ തിരുവചനം. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. കണ്ടോ? അപ്പോൾ ഈ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, അത് നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്ന ആ അനുഭവം, അത് ദൈവത്തിൽ നിന്നുള്ള ജനനമാണ്. ദൈവത്തിൽ നിന്നുള്ള ജനനമാണ്. ഞാനത് ആദ്യം ഞാൻ പറഞ്ഞു, നമ്മൾ അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായം 37 മുതലുള്ള തിരുവചനങ്ങൾ, അതായത് മാനസാന്തരപ്പെട്ട് ആദ്യം ദൈവ മക്കളാകുവാനുള്ള യോഗ്യതകൾ, ആരാണ് ദൈവമകൻ ദൈവമകൾ എന്നുള്ളത്, ദൈവരാജ്യത്തിലെ അംഗമാരാണ്, സ്വർഗത്തിൽ അവകാശിയായിത്തീരുന്ന നിത്യജീവൻ അവകാശി ആരാണ് എന്നുള്ളതിൻ്റെ ആ ഒരു അടിസ്ഥാന ഉപദേശങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 37 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 4 കാര്യങ്ങൾ, അതായത് മാനസാന്തരപ്പെടുക, വീണ്ടും ജനനം പ്രാപിക്കുക, രക്ഷിക്കപ്പെടുക, സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ഇത്രയും ഈ അനുഭവം പ്രാപിച്ചവനാണ് ആത്മീയൻ. ഈ അനുഭവം പ്രാപിച്ചവനാണ് ആത്മീയൻ. ആ അനുഭവം പ്രാപിച്ച് അതിൽ വളർന്നു വരുന്നവനെക്കുറിച്ചാണ്. അതായത് ഈ ആത്മീയ അനുഭവം പ്രാപിച്ചിട്ട് അവനെ പ്രാപിക്കുന്നതേ ഉള്ളൂ. ഈ 4 അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആത്മീയ അനുഭവം അവനിലേക്ക് വരുന്നതാണ്. അത് അതിനകത്ത് ജനിക്കുന്നതാണ്. അതിൻ്റെ പ്രാരംഭഘട്ടമാണ്. അതിൽ പിന്നെ വളർന്നു വരുന്നതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന യഥാർത്ഥമായിട്ടുള്ള ആത്മീയനെക്കുറിച്ച്. അതിൽ വളർന്നു വരുന്ന അതിൻ്റെ ആ പരിപൂർണ അവസ്ഥ, ഒരു ആത്മീയൻ്റെ പരിപൂർണ അവസ്ഥയാണ് റോമാലേഖനം 8-ാം അധ്യായത്തിലെ ഉള്ള പ്രതിപാദ്യ വിഷയം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, നിങ്ങളത് വായിക്കുക, ധ്യാനിക്കുക. അപ്പോൾ ആ ഒരിത് ഇനി എങ്ങനെയാണ് ഇവൻ ജനിക്കുന്നത്, ഈ ആത്മീയനായിട്ട് ജനിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ യോഹന്നാൻ എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിൽ 8-ാമത്തെ തിരുവചനം, 8ഉം 9ഉമാമത്തെ തിരുവചനം. അതായത് പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. അതായത് ഇതിൽ 7-ാം അധ്യായത്തിൻ്റെ കാര്യമാണ്. അതായത് നമ്മൾ റോമാലേഖനം 7-ാം അധ്യായത്തിലെ കാര്യമാണ്. ഈ ഇത് നമ്മൾ 3 മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോഴത്തേക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന ചില വചനങ്ങൾ, മുഴുവനും അല്ല, ചില വചനങ്ങൾ, അതിലൊരു വചനമാണ് ഈ 7-ാം അധ്യായം. പാപം ചെയ്യുമ്പോൾ പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. അതിൻ്റെ മുകളിലൊക്കെ നിങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അത് കാണാം. അതായത് സാത്താൻ്റെ മകൻ ആര്, ദൈവത്തിൻ്റെ മകൻ ആര് എന്നുള്ള കാര്യങ്ങൾ 3 മുതൽ
ആ 7 വരെയുള്ള വാക്യം അത് താഴത്തേക്കൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ ആ ഒരു വചനം മുതൽ നമ്മളിപ്പോൾ വായിച്ചത് ഇതിൻ്റെ ആരാണ് വീണ്ടും ജനനം പ്രാപിക്കുന്ന ആ ആത്മീയൻ്റെ ആ ആദ്യ അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. തിരുവചനം ഞാൻ അതിൻ്റെ മുമ്പിലുള്ളൊരു വാക്യം വായിച്ചെന്ന് മാത്രമേ ഉള്ളൂ. 8-ാമത്തെ വാക്യം, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. അപ്പോൾ നിങ്ങൾ പാപം ചെയ്യുന്നുവെങ്കിൽ, നിങ്ങളിപ്പോഴും ആ റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ ജഡികനാണ്, പൂർണ്ണമായും ജഡികനാണ് എന്നുള്ള ഇതാണ് പറയുന്നത്. അതിൻ്റെ തിരുവചനമാണ്, പ്രവൃത്തികളെ ഇനി ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. കണ്ടോ, പിശാചിൻ്റെ പ്രവൃത്തികൾ, കാര്യം പാപം മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത് പിശാചാണ്. അപ്പോൾ ആ പിശാചിൻ്റെ പ്രവൃത്തികൾ പാപം ചെയ്യാതിരിക്കുവാൻ തക്കവണ്ണം മനുഷ്യനെ അതിൽ നിന്ന് വിടുവിക്കുവാൻ, ആ പിശാചിൻ്റെ പ്രവൃത്തികളെ, അവൻ്റെ കെട്ടുകളെ, കുരുക്കുകളെ, കെണികളെ അഴിക്കുവാൻ എത്ര ദൈവപുത്രൻ പ്രത്യക്ഷനായി. അതായത് ദൈവപുത്രൻ എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആര് എന്നും ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. കണ്ടോ, അതായത് യഥാർത്ഥമായിട്ട് വീണ്ടും ജനനം പ്രാപിച്ചവൻ, രക്ഷിക്കപ്പെട്ടവൻ പാപം ചെയ്യുവാൻ അവന് കഴിയത്തില്ല എന്നാണ് തിരുവചനം പറയുന്നത്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവൻ്റെ, അതായത് ദൈവത്തിൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുന്നതല്ല. ഒരിക്കൽ കൂടി ആ തിരുവചനം വായിക്കാം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ വിത്ത്, അതായത് വിത്തെന്നിവിടെ ഉദ്ദേശിക്കുന്നത് തിരുവചനത്തെയാണ്. തിരുവചനത്തിൻ്റെ ഒരു നിർവചനമാണ്. പര്യായ പദങ്ങളിൽ ഒന്നാണ് വിത്ത് എന്നുള്ളത്. തിരുവചനത്തിൻ്റെ ഒരു പര്യായ പദങ്ങൾ ഒന്നാണ് വിത്ത് എന്നുള്ളത്. വിത്ത്, അതായത് തിരുവചനം അവനിൽ വസിക്കുന്നു. നമ്മൾ വീണ്ടും ജനനം പ്രാപിക്കുവാനായിട്ട് നമ്മൾക്ക് എടുത്ത കുറേ തിരുവചനങ്ങളുണ്ടല്ലോ, അതാണ് ഈ വിത്ത്. നമ്മൾ മാനസാന്തരപ്പെടുവാൻ, വീണ്ടും ജനനം പ്രാപിക്കുവാൻ, രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാനായിട്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായിട്ടുള്ള നമ്മളോട് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ ദൈവവചനമാണ് ഈ വിത്തെന്ന് പറയുന്നത്. ആ വചനപ്രകാരം ആ വചനം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആ വിത്ത് നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആ വിത്ത് നമ്മളിൽ ഇല്ലെങ്കിൽ, ആ ദൈവവചനങ്ങൾ നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മൾക്ക് പാപം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കാര്യം ആ വചനം നമ്മൾ ഒരിക്കലും ഉപേക്ഷിച്ച് കളയുവാനായിട്ട്, അതായത് നമ്മളെ വീണ്ടും ജനിപ്പിച്ചതായിട്ടുള്ള പുനർജനനം നൽകിയ ആ വിത്ത് നമ്മളിൽ എപ്പോഴും നമ്മുടെ ആത്മാവിലും ഹൃദയത്തിലും പ്രാണനിലും ഉണ്ടായിരിക്കണം. ദേഹീയ മണ്ഡലത്തിലും ആത്മമണ്ഡലത്തിലും ഉണ്ടായിരിക്കണം. ഈ ദേഹീയ മണ്ഡലത്തിലും ആത്മമണ്ഡലത്തിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ശക്തി ജഡമണ്ഡലത്തിലും വ്യാപരിച്ച് ഇത് മൂന്നും ഒരേ അവസ്ഥയിലായിത്തീരും. അതായത് ആത്മാവും ദേഹിയും ഒന്നായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ജഡത്തിന് മാറി നിൽക്കാൻ പറ്റത്തില്ല. അത് ജഡം ഇങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ 2 മണ്ഡലത്തോടും ചേർന്ന് ഒരേ രൂപമായി തീരും. അതാണ് യഥാർത്ഥമായ ആത്മീയൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ അവസ്ഥ പ്രാപിച്ച വ്യക്തിയാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ കാണിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ വെളിപ്പെട്ട് വരുന്നത് ഈ ദേഹീയ മണ്ഡലവും ആത്മമണ്ഡലവും ഒന്നായി ചേർന്ന ആ ആത്മീയ മനുഷ്യനിലേക്ക് ജഡമണ്ഡലവും ചേരുന്ന അവസ്ഥ. അങ്ങനെ ആത്മീയ മണ്ഡലവും ദേഹീയ മണ്ഡലവും ജഡമണ്ഡലവും ഒന്നായി ചേരുന്ന അവസ്ഥയാണ് റോമാലേഖനം 8-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. എന്നാൽ ഇത് വിഘടിച്ച് നിൽക്കുന്ന, അതായത് ദേഹീയ മണ്ഡലവും ജഡമണ്ഡലവും കൂടി ഒന്നിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് 7-ാം അധ്യായത്തിലെ അവസ്ഥ. ഒന്നുകൂടി പറയാം, ജഡമണ്ഡലവും ദേഹീയ മണ്ഡലവും ജഡമണ്ഡലവും കൂടി ഒന്നിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് 7-ാമത്തെ അധ്യായത്തിൽ, അതായത് റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ആ മനുഷ്യൻ. എന്നാൽ ദേഹീയ മണ്ഡലവും ആത്മമണ്ഡലവും കൂടി ഒന്നിക്കുന്ന മനുഷ്യനാണ് ഈ പറഞ്ഞ ആത്മാവിൽ ജനിച്ചിരിക്കുന്ന മനുഷ്യൻ. ഈ ആത്മാവിൽ ജനിച്ചിരിക്കുന്ന മനുഷ്യൻ അങ്ങനെ ആയതുകൊണ്ട് ജഡമണ്ഡലം അവനോട് ചേരുന്നത്, അതിനാണ് പൂർണ്ണത എന്ന് പറയുന്നത്. ആ പൂർണ്ണ മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്നതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്ന മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. അതായത് അവനെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിത്ത്, ദൈവം തന്നെ, വചനം ദൈവമാവുന്നില്ല. വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുന്നില്ല. കണ്ടോ? അപ്പോൾ ഇതാണ് യഥാർത്ഥമായി വീണ്ടും ജനനം പ്രാപിച്ചവന്, അതായത് യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട വ്യക്തിക്ക്, യഥാർത്ഥമായി വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തിക്ക്, യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക്, യഥാർത്ഥമായി സ്നാനപ്പെട്ട വ്യക്തിക്ക്,
യഥാർത്ഥമായി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വ്യക്തിക്ക് പാപം ചെയ്യുവാൻ കഴിയത്തില്ല. പാപം അവൻ തന്നെത്താൻ സൂക്ഷിക്കും. നമ്മൾ ആദ്യത്തെ വചനം വായിച്ചു. യോഹന്നാൻ എഴുതിയ ലേഖനം 1 ലേഖനം 5 അധ്യായം 18 വാക്യത്തിൽ നമ്മൾ വായിച്ചു. അവൻ തന്നെത്താൻ സൂക്ഷിക്കും. കാര്യം അവനിൽ വസിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാ. അവൻ തന്നെത്താൻ സൂക്ഷിക്കും. അവൻ ജഡമയനല്ല. ജഡത്തിന് അവൻ്റെ മേൽ പിന്നെ ഭരണം. കാര്യം അവൻ ആത്മമയനായി തീർന്നു. അപ്പോൾ അവൻ തന്നെത്താൻ സൂക്ഷിക്കും. അവനിൽ പാപം അവനിൽ വാഴുകയില്ല. അതാണ് ആ തിരുവചനം നമ്മളെ വായിച്ചത്. 5 അധ്യായം 18 തിരുവചനം. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 5 അധ്യായം 18 തിരുവചനം. അപ്പോൾ ഇതാണ് യഥാർത്ഥമായിട്ടുള്ള ആത്മീയാൻ. അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾ ആ തിരുവചനം നിങ്ങൾ താഴത്തേക്ക് വായിക്കുക, 3 അധ്യായം മുഴുവനും വായിക്കുക. അപ്പോൾ അതിൻ്റെ ആ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ കൂടുതലായിട്ട് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഇനി നമ്മൾ അടുത്തതായിട്ട് ചിന്തിക്കുവാനായിട്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ സുവിശേഷത്തിലേക്ക് പോകുന്നില്ല. സുവിശേഷത്തിലുണ്ട് ഈ പറഞ്ഞ തിരുവചനങ്ങളെല്ലാം സുവിശേഷത്തിൽ പറയുന്നുണ്ട്. മലയിലെ അതായത് ഗിരിപ്രഭാഷണത്തിലും അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷത്തിലും ഒക്കെ പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ തന്നെ. ഈ യഥാർത്ഥ ആത്മീയനെന്നുള്ള മനുഷ്യൻ്റെ ആ അവസ്ഥകളൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി എഫേസ്യ ലേഖനം 1 അധ്യായം 15 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ, അതുപോലെ തന്നെ 3 അധ്യായം 14 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളും, അതുപോലെ തന്നെ കൊലോസ്യ ലേഖനം 1 അധ്യായം 9 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളും. ഇത് വിശുദ്ധ പൗലോസ്ലീഹ ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടിയും ദൈവമക്കൾക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ അഭിഷിക്തരായ ദൈവദാസന്മാർക്ക് വേണ്ടിയും ദൈവത്തോട് കഴിക്കുന്ന പ്രാർത്ഥനയാണ്. അതിൽ 38 കാര്യങ്ങൾ, 38 കാര്യങ്ങളാണ്, 38 പോയിൻ്റുകൾക്ക് വേണ്ടി, 38 ആത്മീയ സമ്പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ്. ആ 38 കാര്യങ്ങളിലുള്ള ആത്മീയ സമ്പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് ഈ ദൈവത്തോട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധ പൗലോസ്ലീഹ ദൈവസഭയ്ക്ക് വേണ്ടിയും ദൈവമക്കൾക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ അഭിഷിക്തരായ ദാസന്മാർക്ക് വേണ്ടിയും ദൈവത്തോട് മധ്യസ്ഥം ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ പ്രാർത്ഥനകൾ ഈ പറഞ്ഞ തിരുവചനങ്ങൾ നിങ്ങൾ എടുത്ത് വായിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് അതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച് ആ അനുഭവം പ്രാപിച്ചെടുക്കണം. ആ അനുഭവം പ്രാപിച്ചെടുത്ത വ്യക്തിയാണ് റോമാലേഖനം 8 അധ്യായത്തിൽ പറയുന്ന ആത്മീയൻ, യഥാർത്ഥ ആത്മീയൻ. ഈ ആത്മീയ അനുഭവം, ഈ 38 കാര്യങ്ങൾ അത് അവൻ ആത്മാവിൽ പ്രാപിച്ചെടുത്ത വ്യക്തിയാണ് റോമാലേഖനം 8 അധ്യായത്തിൽ പറയുന്ന യഥാർത്ഥ ആത്മീയൻ എന്നുള്ളത്. അപ്പം നിങ്ങൾ ആ പ്രാർത്ഥന നിരന്തരമായി പ്രാർത്ഥിക്കുക. കാര്യം അത് പൗലോസ്ലീഹ നിരന്തരമായി പ്രാർത്ഥിക്കുക, തുടർമാനമായി പ്രാർത്ഥിക്കുക, എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചിരിക്കുക. കാര്യം ദൈവത്തോടുള്ള ബന്ധം, ആ ആത്മീയ ബന്ധത്തിലായിരിക്കുക എന്നുള്ളതാണ് ആ തിരുവചനത്തിൻ്റെ ആ പ്രാർത്ഥനയുടെ അന്തസത്ത എന്നുള്ളത്. അതാണ് ദൈവവുമായിട്ടുള്ള. നമ്മൾ ജോലി ചെയ്യുമ്പോൾ എന്ത് ചെയ്താലും, കഴിക്കുമ്പോഴായാലും കുടിക്കുമ്പോഴായാലും പ്രവർത്തിക്കുമ്പോഴായാലും നടക്കുമ്പോഴായാലും ഉറങ്ങുമ്പോഴായാലും എപ്പോഴും എന്ത് ചെയ്താലും അത് ദൈവനാമ മഹത്വത്തിനായി ദൈവത്തോട് ചേർന്നിരിക്കും. ഇതാണ് സത്യ ആരാധന എന്ന് പറയുന്നത്. അത് തന്നെയാണ്. അതാണ് യഥാർത്ഥ ആത്മീയൻ. യഥാർത്ഥ ആത്മീയൻ എപ്പോഴും സത്യ ആരാധകനായിരിക്കും. അവൻ എപ്പോഴും ദൈവവുമായിട്ടുള്ള ആത്മീയ കൂട്ടായ്മയിലായിരിക്കും. ആ വ്യക്തിയെയാണ് റോമാലേഖനം 8 അധ്യായം എടുത്തു കാണിക്കുന്നത്. അപ്പം നിങ്ങളത് വായിക്കുക, ആ പ്രാർത്ഥന വായിക്കുകയും അതുപോലെ തന്നെ ധ്യാനിക്കുകയും അത് പ്രാപിച്ചെടുക്കുവാൻ. അതിൽ പറഞ്ഞിരിക്കുന്ന ഈ 38 കാര്യങ്ങളും അതിൽ പറഞ്ഞിരിക്കുന്ന 38 ആ ആത്മീയ അവസ്ഥകളും പ്രാപിച്ചെടുക്കുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിശ്ചയമായിട്ടും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനമാണത്. ദൈവം ഒരിക്കലും പോഷ്ക്ക് പറയത്തില്ല. ദൈവം വാഗ്ദാനം പറഞ്ഞാൽ അത് നമുക്ക് നൽകും. അപ്പം നമുക്ക് അവകാശപ്പെട്ടതാണ്. അത് എല്ലാവർക്കും ലഭിക്കും, എല്ലാവർക്കും. കാര്യം ദൈവം സകലർക്കും വേണ്ടിയാണ്. കാര്യം ഒരു മനുഷ്യർക്കും ദൈവത്തിൻ്റെ മുൻപാകെ ഒരു വിവേചനവുമില്ല, പക്ഷാപാതവുമില്ല. അവൻ ദൈവമാണ്, സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമാണ്. അദ്ദേഹത്തിൻ്റെ മുൻപാകെ ഒരു മനുഷ്യനും വ്യത്യാസമില്ല. എല്ലാവർക്കുമുള്ള വില ഒന്ന് തന്നെയാണ്, ഒരേ വില തന്നെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ സകല മനുഷ്യർക്കുമുള്ളത്. ഇനി എബ്രായ ലേഖനം, അതായത് നമ്മളിപ്പോൾ ഇത്ര വായിച്ചു. ഇനി എബ്രായ ലേഖനം 12 അധ്യായം 22 തിരുവചനം. എബ്രായ ലേഖനം അതിനു മുൻപായിട്ട് എഫേസ്യ ലേഖനം 6:12, അതുപോലെ തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം 10 അധ്യായം 4 തിരുവചനവും നിങ്ങൾ വായിക്കണം. ഞാൻ ആ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6 അധ്യായം 12 വാക്യം ഒന്ന് വായിക്കുകയാണ്. അവിടുത്തെ പ്രതിപാദ്യ വിഷയമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പോരാട്ടമുണ്ട്. കാര്യം യഥാർത്ഥ മനുഷ്യന് പോരാട്ടമുണ്ടവന്. ഈ പോരാട്ടം എന്താണെന്നുള്ളതാണ് എഫേസ്യ ലേഖനം 6 അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്.
അതുപോലെ തന്നെ എഫെസ്യ ലേഖനത്തിൽ 2 കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായത്തിൽ 4-ഉം 5-ഉം വാക്യങ്ങളിൽ 4-ാം വാക്യത്തിലും പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ തിരുവചനം വായിക്കാം. 11 മുതൽ വായിക്കാം. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട്, കാര്യം അവന് ശക്തിയില്ല, ആ ശക്തി ഉണ്ടെങ്കിലും അവൻ്റെ ആ ആയുധവർഗം, കാര്യം സാത്താൻ്റെ ലൂസിഫറിൻ്റെ അഥവാ സാത്താൻ്റെ സർവായുധ വർഗം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുകൂടി അവൻ്റെ സർവായുധ വർഗം എല്ലാം അവന് നഷ്ടപ്പെട്ടു പോയി. കാര്യം ആ സർവായുധവർഗം എല്ലാം അവന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ വെക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവനിനി ഒരു ആയുധവർഗവുമില്ല. പിന്നെ അവനുള്ളതെന്ന് പറഞ്ഞാൽ തന്ത്രങ്ങളും ഉപായങ്ങളുമാണ് അവനുള്ളത്. ആ തന്ത്രങ്ങൾ, അതായത് അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുക. അല്ലേ? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമെത്രേ ഉണ്ടോ. അപ്പോൾ ഈ പോരാട്ടം എന്നുള്ളത് ഒരു ആത്മീയൻ, അതായത് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്ന ആത്മീയനായ മനുഷ്യന് പോരാട്ടമുണ്ട്. ആ പോരാട്ടം എങ്ങനെയാണ്, ആരോടാണ് പോരാട്ടമുള്ളത് എന്നതാണ് ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ തിരുവചനം നിങ്ങൾ നന്നായിട്ട് വായിക്കുക. എന്നിട്ട് അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ, അതായത് നമ്മുടെ ജീവിതത്തിൽ, ഈ ആത്മീയൻ്റെ ജീവിതത്തിൽ ദുർദിവസങ്ങളുണ്ടാവും. ആ ദുർദിവസത്തിൽ, ഇനി ഈ ദുർദിവസത്തിന് 2 അർത്ഥങ്ങളുണ്ട്. ഈ മഹോദ്രവകാലത്തിലെ ദുർദിവസങ്ങളുണ്ട്. ആ ദുർദിവസത്തിൽ, അതായത് അതിൽ നമ്മൾ പെടത്തില്ല, അതായത് ദൈവസഭ അതിനകത്ത് പെടത്തില്ല. അപ്പോൾ അവിടെ അങ്ങനെ ഈ ദുർദിവസത്തിൽ അങ്ങനെ ഒരു വ്യാഖ്യാനം കൂടി കൊടുക്കുന്നുണ്ട്. പക്ഷേ മഹോദ്രവകാലത്തിൽ ദൈവസഭ ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ല. അതിനു മുൻപായിട്ട് റാപ്ചർ നടക്കുകയും ഈ ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുകയും ചെയ്യും. മഹോദ്രവകാലത്ത് ദൈവസഭയുടെ സാന്നിധ്യം ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ല, പരിശുദ്ധാത്മാവും ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുക. അതായത് നമ്മൾക്കുണ്ടാകുന്ന പരീക്ഷകൾ, അതായത് ഈ സാത്താന്യ പരീക്ഷകൾ, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ടല്ലോ. അപ്പോൾ ആ പ്രാർത്ഥനയിൽ അവസാനം പറയുന്നുണ്ട്, പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ വണ്ണം എന്നെ കാത്തുകൊള്ളണമേ എന്ന്. അതായത് പ്രലോഭനങ്ങളെന്ന് പറയുന്നത് പരിശോധനകളാണ്. പരിശോധനകളും ഉണ്ട്, പരീക്ഷകളും രണ്ടും ഉണ്ട്. അപ്പോൾ ഇനി ഇത് ദൈവം ചെയ്യുന്നുണ്ട്. ദൈവം പരിശോധനയാണ്, നമ്മളെ പൂർണ്ണരാക്കുക, നമ്മളെ ശോധന ചെയ്യുക, നമ്മുടെ വിശ്വാസം, പ്രത്യാശ, ഉറപ്പൊക്കെ എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം ചെയ്യുന്നതുണ്ട്. അത് ആ കാര്യങ്ങളുണ്ട്. അതിന് ദൈവം നമുക്ക് ശക്തി നൽകും. പക്ഷേ സാത്താനാലുള്ളത്, അതാണ് സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അപ്പോൾ അവൻ്റെ തന്ത്രങ്ങളും ഉപായങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് അറിഞ്ഞിട്ട് അവനോട് എതിർത്ത് നിൽക്കുവാൻ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. ഇനി ഈ സർവായുധ വർഗത്തെക്കുറിച്ച് അവിടെ ബാക്കിയുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്. 14 മുതലുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പായും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ ഒക്കെയും കെടുത്തുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരാസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥന കഴിച്ചുകൊണ്ടും ഇരിക്കുവിൻ. മധ്യസ്ഥ പ്രാർത്ഥന. അപ്പോൾ ഇതാണ് സർവായുധവർഗം, ഒരു ആത്മീയൻ. അതായത് നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്ന യഥാർത്ഥ ആത്മീയൻ ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവേശുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ പൂർത്തിയിൽ വളർന്നു വരിക. ആ പരിപൂർണമായ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ റോമാലേഖനം 8-ാമത്തെ അധ്യായം 20 അവിടെ പറയുന്നുണ്ട് വളർച്ചയുടെ പൂർത്തീകരണം. അതായത് നമ്മൾ ജയകരമായ ജീവിതം നയിക്കാനായിട്ട് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൂർണ്ണ ജയം, ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കേണ്ടതിന് 32 ആണെന്ന് തോന്നുന്നു.
അതിൽ റോമാലേഖനം 8-ാം അധ്യായത്തിലുള്ളത്. അതായത് പൂർണ്ണ ജയം പ്രാപിക്കുവാൻ. അതാണ് പൂർണ്ണ ജയം പ്രാപിക്കണമെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരണം. ആ ഒരു അവസ്ഥയിൽ പൂർണ്ണ ജയം പ്രാപിക്കുവാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. ഈ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവിൽ നമ്മൾ നടത്തപ്പെടണം. എങ്കിൽ മാത്രമേ ഈ ഒരു പരിപൂർണമായ ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തുകൊള്ളണം, നമ്മൾ എപ്പോഴും ഓർത്തുകൊള്ളണം, ദൈവം തന്നെ പറഞ്ഞ കാര്യമാണ്, മനുഷ്യന് അസാധ്യം, ദൈവത്താൽ മാത്രം സാധ്യം. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ദൈവം തൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് നമുക്ക് വാഗ്ദാനം ചെയ്ത് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ നമുക്ക് ഈ ജയകരമായ ജീവിതം നയിക്കാനായിട്ട് കഴിയത്തില്ല. ഇങ്ങനെ ജീവിക്കുന്നവൻ്റെ ആ യഥാർത്ഥ ആത്മീയ അവസ്ഥയെക്കുറിച്ചാണ് ഇനി നമ്മൾ അടുത്ത വചനം വായിക്കുവാനായിട്ട് പോകുന്നത്. അതിൽ എബ്രായ ലേഖനം അതിൽ 12-ാമത്തെ അധ്യായം, എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിലാണ് ആ കാര്യം കിടക്കുന്നത്. യഥാർത്ഥ ആത്മീയ ആരാധന. ആ ആത്മീയ ആരാധന കാര്യം കർത്താവ് പറഞ്ഞു, ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അപ്പോൾ ആ യഥാർത്ഥമായ ആത്മീയ അനുഭവത്തിലുള്ള ആരാധന എന്താണെന്നുള്ളതാണ് എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ 22 മുതൽ 25 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നത്. അതുകൂടി വായിച്ച് ഞാൻ ഈ തിരുവചന ധ്യാനത്തെ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾ ഈ വചനങ്ങളെല്ലാം വായിക്കണമേ. 22-ാമത്തെ വാക്യം, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുസലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഉണ്ടോ? ഇതാണ് യഥാർത്ഥമായ ആത്മീയ ആരാധന. അതായത് അപ്പസ്തോലിക കാലം മുതൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആ 120 പേരും, അത് കഴിഞ്ഞ് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുന്ന ആദ്യത്തെ 5000 പേരും, അത് കഴിഞ്ഞ് 3000 പേരും, അത് കഴിഞ്ഞുള്ള 5000 പേരും, പിന്നെ സഭയുടെ പെരുപ്പം, അതിങ്ങനെ വന്ന് AD 365 വരെയും AD 365 വരെയും ആയിരുന്ന അപ്പസ്തോലിക കാലഘട്ടം എന്നാണ് അതിന് പറയുന്നത്. അത് കഴിഞ്ഞ് സഭാ കാലഘട്ടമുണ്ട്, സഭാപിതാക്കന്മാരുടെ കാലഘട്ടം എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ടെങ്കിലും ആ ആത്മീയ അന്തരീക്ഷം, അതായത് ആ ആത്മീയ സഭ, ഈ ആത്മീയ സഭ എപ്രകാരമാണ് ദൈവത്തെ ആരാധിച്ചിരുന്നത് എന്നുള്ളത് അവർക്കുണ്ടായ, ദൈവത്തെ ആരാധിക്കുമ്പോൾ അവർക്ക് അനുദിനം അവർ അനുഭവിച്ചുകൊണ്ട് ജീവിച്ച ആ ജീവിത അനുഭവം, ആ ആത്മീയ അനുഭവമാണ് ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് 365 ശേഷം AD 365 ശേഷം സഭ, ആ ആത്മീയ സഭ അതായത് ആ സഭയിലേക്ക് ജഡിക സഭ, രാജകീയ സഭ കടന്നു വന്നു. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ദൈവിക സന്ദേശമുള്ള വീഡിയോ ഇതിനകത്തുണ്ട്. അതായത് കുസ്തന്തിനോസ് ചക്രവർത്തിയുടെ കാലം മുതലാണ് റോമ സഭ അഥവാ റോമൻ കത്തോലിക്ക സഭ രൂപപ്പെട്ടത്. ആ കാര്യങ്ങളെക്കുറിച്ചുള്ള തിരുവചനങ്ങൾ ഞാൻ അതിനകത്തുള്ള വ്യാഖ്യാനം അത് പറഞ്ഞിട്ടുണ്ട്. ആ സന്ദേശം നിങ്ങൾ കേൾക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. AD 365 റോമ സാമ്രാജ്യം, അതായത് ലോകം മുഴുവൻ ഭരിച്ചിരുന്ന കുസ്തന്തിനോസ് ചക്രവർത്തിയുടെ മതപരിവർത്തനമാണ് രാജകീയ സഭയായിട്ട് തീർന്നു. അപ്പോൾ അന്നു മുതൽ പിന്നെ ഇത് രാജകീയ സഭയായിട്ട് തീർന്നു. അപ്പോൾ തന്നെ ശേഷിപ്പ് അവിടെയുണ്ട്. അതായത് യഥാർത്ഥമായിട്ടും നമ്മൾ നേരത്തെ വായിച്ചതുപോലെ യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാം ലേഖനം 5-ാം അധ്യായം 18-ാം തിരുവചനവും 3-ാം അധ്യായത്തിൽ 8-ാമത്തെ 7, 8, 9, 10 തിരുവചനങ്ങളൊക്കെ പ്രകാരമുള്ള ആ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ശേഷിപ്പുണ്ട് ദൈവസഭയിൽ എന്നുമുണ്ടത്. കാര്യം ദൈവം ഒരു ശേഷിപ്പ് എല്ലാ യുഗങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും ദൈവം ഒരു ശേഷിപ്പ്, തൻ്റെ ജനത്തിൻ്റെ ഒരു ശേഷിപ്പ് ദൈവം ശേഷിപ്പിക്കുന്നുണ്ട്. എങ്കിലും ആ സമയം മുതൽ, അതായത് 365 മുതൽ AD 365 മുതൽ പറയുന്നത് സഭയുടെ അന്ധകാര കാലഘട്ടമെന്നാണ്. ഈ അന്ധകാര കാലഘട്ടത്തിനൊരു പര്യവസാനം വരുന്നത് മാർട്ടിൻ ലൂതറിൻ്റെ ആ നവീകരണത്തോടു കൂടി, മാർട്ടിൻ ലൂതർ എന്ന ആ കത്തോലിക്ക പുരോഹിതനിലൂടെ വരുന്ന ആത്മീയ
ഉണർവാണ്, ഉണർവ് വരെയുമാണ് ആ അന്ധകാര കാലഘട്ടം നിൽക്കുന്നത്. ആ ഉണർവ് ഇന്ന് വന്ന് ഇന്ന് ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ കുറേ കാലങ്ങളായി, കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന യഥാർത്ഥമായിട്ടുള്ള സത്യസഭ ഇന്നുണ്ട്, ഇപ്പോൾ ഉണ്ട്, ഭൂമിയിലുണ്ട്. അതായത് ഈ ആദിമകാലത്തുണ്ടായിരുന്ന അപ്പസ്തോലിക സഭ അഥവാ ഈ 365 AD 365 വരെ ഉണ്ടായിരുന്ന ആ ആത്മീയ അനുഭവത്തിലുള്ള ദൈവസഭ ഇന്ന് ആയിത്തീർന്ന്, ഇന്ന് ആ അവസ്ഥയിൽ ദൈവസഭ ആയിത്തീർന്ന് ലോകമെമ്പാടുമുള്ള ആ ദൈവസഭ ഇന്നുണ്ട്. യഥാർത്ഥ ആത്മീയൻ എന്നുള്ളവർ ഇന്നുണ്ട്, ആ അവസ്ഥയിൽ ഇന്നുണ്ട്. ഇന്നിപ്പോൾ നിലവിൽ ആ അവസ്ഥ പ്രാപിച്ചവരാണ് ഇന്നുള്ളത്, ഇന്ന് നിലവിലുള്ളത്. എല്ലാവരും എന്നല്ല പറയുന്നത്, കാര്യം അതിൽ ആ ദൈവത്തിനെ അറിയാവുള്ളൂ. കാര്യം ഈ പറയുന്ന അതായത് യൂണിവേഴ്സൽ സഭ എന്ന് പറയുന്ന ആ സഭയിൽ അദൃശ്യ സഭയുമുണ്ട്, അദൃശ്യ സഭയുമുണ്ട്. ഇത് അദൃശ്യ സഭയാണ് ഈ പറഞ്ഞ ആത്മീയ അനുഭവങ്ങൾ പ്രാപിച്ചത്. അത് മനുഷ്യന് അവരെക്കുറിച്ച് അറിയാൻ പറ്റത്തില്ല, ദൈവത്തിന് മാത്രമേ അത് അറിയാൻ പറ്റത്തുള്ളൂ. കാര്യം കർത്താവ് പറഞ്ഞു, കളകളുമുണ്ട്, നല്ല വിത്തുമുണ്ട്. അതായത് ദൈവത്തിൻ്റെ രാജ്യമായ വയലിൽ കളകളുമുണ്ട്, അപ്പോൾ തന്നെ നല്ല ചെടികളുമുണ്ട്. അപ്പോൾ ഈ കളകളുണ്ട് അതിനകത്ത്. അപ്പോൾ അത് ആരാണ് എന്നുള്ളത്, ഏതാണ് കള, ഏതാണ് നല്ല വിത്ത് എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. എന്നാൽ നമ്മൾക്ക് അത് തിരിച്ചറിയാനായിട്ട് പറ്റും. പക്ഷേ അത് എപ്പോഴാണെന്ന് വെച്ചാൽ അത് അവരുടെ ജീവിത രീതികൾ, അവരുടെ പ്രവൃത്തികൾ, അതാണ് നമ്മൾ പലപ്പോഴും ദൈവസഭയിലുള്ള ഈ ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും നമ്മളിന്ന് കേൾക്കുന്ന വീഡിയോ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്ന ഓരോ ആത്മീയരെന്ന് പറയുന്നവർ കാട്ടിക്കൂട്ടുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, ദൈവമക്കളെന്ന് പറയുന്നവർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ കാട്ടിക്കൂട്ടുന്ന ചില വിഷയങ്ങൾ പുറത്തു വരുമ്പോഴത്തേക്ക് അത് കാണുന്നുണ്ടല്ലോ, അവരാണ് കളകൾ. അപ്പോൾ അത് വെളിപ്പെട്ടവരുമുണ്ട്, വെളിപ്പെടാതെ നിൽക്കുന്നവരുമുണ്ട്. കാര്യം കല്ലുകളുണ്ട്, പാറക്കല്ലുകളുണ്ട് ഇതിനകത്ത്. പക്ഷെ അത് ദൈവത്തിനെ അറിയാവുള്ളൂ. എന്നാൽ നമ്മൾക്കത് യഥാർത്ഥ ആത്മീയൻ അവരെ വിവേചിക്കുവാനായിട്ട് പറ്റും. അത് അവരുടെ പ്രവൃത്തികളിലൂടെ അവരുടെ ജീവിത രീതികളിലൂടെയാണ് അവരെ വിവേചിക്കുവാനായിട്ട് പറ്റുന്നത്. പക്ഷെ അത് യഥാർത്ഥമായിട്ട് അത് മനസ്സിലാക്കുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ദൈവം കർത്താവായ യേശുക്രിസ്തുവിനോട് ഇവർ ഈ കളകളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ, ഞങ്ങൾ കളകൾ പോയി പറിച്ച് കളയട്ടെ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, വേണ്ട, കളകൾ നിങ്ങൾ പറിച്ച് കളയേണ്ട, നിങ്ങൾ കളകൾ പറിക്കാൻ പോയാൽ നല്ല ചെടികളും കൂടി അതിനോടൊപ്പം പിഴുതു പോരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് അത് രണ്ടും ഒന്നിച്ചു വളർന്നു കൊള്ളട്ടെ. കൊയ്ത്തിൻ്റെ യജമാനൻ വരുമ്പോൾ ആദ്യം അവർ കളകളെ കൊയ്ത് നിത്യാഗ്നിയിലേക്ക്, തീയിലേക്ക് ഇട്ട് ചുട്ടുകളയും. വിത്തുകളെ, നല്ല നെൽമണികളെ അല്ലെങ്കിൽ ഗോതമ്പ് മണികളെ, നല്ല വിത്തുകളെ അവൻ കളപ്പുരയിലേക്ക് ശേഖരിച്ചും വയ്ക്കും. അതുവരെയും അത് വളർന്നോട്ടെ. അത് അന്ത്യന്യായവിധിയെ കുറിക്കുന്നതാണ്, അന്ത്യന്യായവിധിയെ കുറിക്കുന്ന കാര്യം. അപ്പോൾ അതുവരെയും ഈ കളകൾ ഉണ്ടാകും. സഭകളിൽ, എല്ലാ നാമധേയ ക്രൈസ്തവ സഭകളിൽ, എല്ലാ സഭകളിലും, അതായത് പെന്തക്കോസ്ത് സഭകളിലും എല്ലാത്തിലും ഈ കളകൾ ഉണ്ടാവും. പിന്നെ നാമധേയ ക്രൈസ്തവ സഭകളെന്ന് പറയുന്ന ദൈവവചന പ്രകാരം അവർ ഈ പറഞ്ഞ അനുഭവം, അതായത് മാനസാന്തരപ്പെട്ട് വീണ്ടും ജന്മം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരായതുകൊണ്ട് അവരെല്ലാവരും ഈ പറഞ്ഞതുപോലെ കളകൾ തന്നെയാണ്. ദൈവവചന പ്രകാരം കളകൾ തന്നെ. അവിടെയൊന്നും ഒരിക്കലും നല്ല വിത്തില്ല. കാര്യം നല്ല വിത്തെന്ന് പറയണ വേർപെട്ട് പോരണം അവിടുന്ന്. ഈ സത്യം മനസ്സിലാക്കിയതിന് ശേഷം ആ സത്യത്തിന് അനുസരിച്ച് ആ സത്യമാകുന്ന ഈ തിരുവചനത്തെ അനുസരിച്ച് ഏറ്റെടുത്ത് വേർപെട്ട് ജീവിക്കണം. അങ്ങനെയുള്ളവർ മാത്രമാണ് നല്ല വിത്തുകൾ. അവരങ്ങനെ വേർപാട്ട് ജീവിക്കുന്നില്ല എങ്കിൽ അവർ കളകൾ തന്നെയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ്. ഇപ്പം ഞാൻ ഈ കളകളും നല്ല വിത്തുമുള്ളത് ദൈവസഭയിൽ തന്നെ കാര്യമാണ്. കാര്യം ദൃശ്യസഭയും അദൃശ്യസഭയും. ഈ ദൃശ്യസഭയിൽ കളകളുമുണ്ട്, നല്ല വിത്തുകളും നല്ല ചെടികളുമുണ്ട്. അതിൽ നല്ല ചെടികളെ ദൈവം അറിയുന്നു. അതുകൊണ്ടാണ് ദൈവം ആ രീതിയിൽ. കാര്യം ദൈവത്തിൻ്റെ നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ, നീതിമാൻ ഇനിയും തന്നെ നീതീകരിക്കട്ടെ, വിശുദ്ധൻ നീതിപ്രവൃത്തി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അക്രമം ചെയ്യുന്നവൻ ഇനിയും അക്രമം ചെയ്യട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം എൻ്റെ പക്കലുണ്ടെന്ന് പറയാൻ കാരണമതാണ്. കാര്യം ദൈവം ആ അന്ത്യന്യായവിധിയിലുള്ള കൊയ്ത്തിങ്കൽ ദൈവം എല്ലാവർക്കും പ്രതിഫലം കൊടുക്കും. മനസ്സിലായേ? അപ്പോൾ ആരാണ് ആത്മീയൻ, ആരാണ് അനാത്മീയൻ എന്നുള്ള ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ തിരുവചന വേദഭാഗങ്ങൾ നമ്മളിപ്പോൾ വായിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഞാനിതിൻ്റെ പറഞ്ഞല്ലോ, അടിസ്ഥാനത്തിൻ്റെ ഈ ഉപദേശത്തിൻ്റെ ഒരു സഹായം മാത്രം നിങ്ങൾക്കിതാണ്. ഒരു ആത്മീയൻ ആരാണ്,
ജഡികൻ ആരാണ് എന്ന് നിങ്ങൾക്കൊന്നും ഒരു അല്പമൊന്നും മനസ്സിലാക്കാൻ, കാര്യം അത് കൂടുതലായിട്ട് ഗ്രഹിക്കാനുള്ള ഒരു വഴി കാണിച്ചു തരിക മാത്രമാണ് ഈ തിരുവചനത്തിലൂടെ ചെയ്തത്. ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസ്, എല്ലാ ദൈവിക സന്ദേശങ്ങളും അപ്രകാരം തന്നെയാണ്. നിങ്ങൾ ആ വചനങ്ങൾ എടുത്ത് അത് അങ്ങനെ തന്നെയോ എന്ന് നോക്കി പരിശോധിച്ച് അതിൻ്റെ കൂട്ടുവചനങ്ങൾ, അതിൻ്റെ ജോയിൻ്റ് വചനങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ അതും കൂടി കൂട്ടി യോജിപ്പിച്ച് നിങ്ങൾ അതനുസരിച്ച് ആത്മാവിൽ വളർന്നു വരണം. അതിനൊരു സഹായം മാത്രമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ തിരുവചനങ്ങൾ ആരാണ് ആത്മീയൻ, ആരാണ് അനാത്മീയൻ എന്നുള്ളതിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും നമ്മെ ഓരോരുത്തരെയും വഴി നടത്തട്ടെ. അന്ത്യത്തിങ്കൽ നിത്യതയിൽ നമുക്കെല്ലാവർക്കും ആത്മാവാകുന്ന ദൈവത്തെ കണ്ട് ഇമ്മാനുവേൽ എന്നുള്ള ആ ആശ്ചര്യ അനുഭവം പ്രാപിച്ച് ആത്മീയ അനുഭവം ഈ ഭൂമിയിൽ പ്രാപിച്ചിരിക്കുന്നവർക്ക്, ഇമ്മാനുവേൽ എന്നുള്ള ആത്മീയ അനുഭവം ഈ ഭൂമിയിൽ പ്രാപിച്ച് ആ ആത്മീയ അനുഭവത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് അക്ഷരികമായ സ്വർഗീയ ഭാഗ്യം, നിത്യത കേട്ടോ. അപ്പോൾ ആ നിത്യതയിൽ നിങ്ങളെല്ലാവരും ദൈവത്തോടു കൂടെ ഒന്നിച്ച് കഴിയാം. നമുക്കൊന്നിച്ച് ദൈവത്തോട് ആ പ്രത്യാശയോടുകൂടി ഒന്നിച്ച് ആത്മാവാകുന്ന ദൈവത്തെ ഒന്നിച്ച് ആ ദൈവസന്നിധിയിലെത്തി ഇമ്മാനുവേൽ എന്നുള്ള അനുഭവത്തിൽ, ദൈവം നമ്മോടുകൂടെ എന്നുള്ള അക്ഷരിക അനുഭവത്തിലേക്ക് നിങ്ങൾക്കും ആ ഭാഗ്യം ലഭിക്കട്ടെ. ഒന്നിച്ച് നമ്മൾക്ക് അവിടെ ആരാധിക്കാം എന്നുള്ള ശുഭപ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി ഈ തിരുവചന സന്ദേശത്തെ ഇവിടെ ഉപസംഹരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. മാറാനാഥ കർത്താവായ യേശുവേ, വേഗം വരേണമേ. ആരെങ്കിലും യഥാർത്ഥ ദൈവവചനപ്രകാരം രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഈ ഗുഡ് ന്യൂസ് ഫോർ ഹെവൻ എന്നുള്ള ആത്മീയ ചാനൽ, നിങ്ങൾ ആ ചാനലിലെ ദൈവിക സന്ദേശങ്ങൾ കാണുക, കേൾക്കുക, അറിയുക, അതനുസരിക്കുക, ഏറ്റെടുക്കുക, രക്ഷിക്കപ്പെടുക. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. മാറാനാഥ, ആമേൻ. കർത്താവേ, വേഗം വരേണം.